ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിന്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ അലീനയുടെയും മനുവിന്റെ കഥയിലേക്ക് പോകുമ്പോൾ ഗംഗാധരൻ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഗംഗാധരൻ എല്ലാം അറിഞ്ഞ, അല്ലെങ്കിൽ വൈജിയുടെ മൂത്ത സഹോദരനായി ഗംഗാധരൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് ഉള്ളൊരു വരവാണ്. അങ്ങനെ ബാലചന്ദ്രനെ മയപ്പെടുത്തുവാനും അങ്ങനെ വൈജിയുടെയും ബാലചന്ദ്രന്റെയും കുടുംബജീവിതം തകരാതിരിക്കുവാനുള്ള തന്ത്രപരമാകുന്ന ചില നീക്കങ്ങളുമായിട്ടാണ് ഗംഗാധരൻ എത്തുന്നത്. അപ്പോൾ മാത്രവുമല്ല, വൈജിക്ക് ഉണ്ടായ അപകടങ്ങൾ അത് വൈജിയുടെ കുറ്റം തന്നെയാണ് എന്ന് സമ്മതിക്കുകയും അങ്ങനെ വൈജിയെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇനി ഗംഗാധരൻ വരുന്നത്. ഇനി കുറച്ചു കാലം ഗംഗാധരൻ ആ വീട്ടിൽ ഉണ്ടായിരിക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അങ്ങനെ സത്യങ്ങൾ, ഒളിച്ചുവെച്ച സത്യങ്ങളൊക്കെ മറ്റ് സഹോദരന്മാരോട് അറിയിക്കുകയൊക്കെ ചെയ്യുന്നത് വരുന്ന ദിവസത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ വൈജയന്തിയുടെ ഓപ്പറേഷൻ കാര്യങ്ങൾ നടക്കാൻ പോയി കേട്ടോ. ഈ സമയത്ത് ഡോക്ടർമാർ പറയുന്നുണ്ട് വില്ലടയ്ക്കണം, അങ്ങനെ എങ്കിൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ബാലചന്ദ്രന്റെ അളിയനും അതുപോലെ വൈജിയുടെ രണ്ട് സഹോദരന്മാരായ ശിവനും രാജീവുമാണ് ഹോസ്പിറ്റലിലുള്ള. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രന്റെ അളിയൻ ചെന്ന് ഇവരോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് കേട്ടോ, ബില്ലടയ്ക്കുന്ന കാര്യവും ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് രാജീവ് പറയുകയാണ്, ഈ പൈസ ഞങ്ങൾ അടയ്ക്കേണ്ട കാര്യം, ഈ ബില്ലടയ്ക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല, ഈ അകത്ത് കിടക്കുന്നത് ബാലചന്ദ്രന്റെ ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ ഇതിന് സകല ഉത്തരവാദിത്വവും ബാലചന്ദ്രനാണ്, ഈ അവസ്ഥ ഉണ്ടാക്കിയതും അവനാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ പൈസ അടയ്ക്കണമെന്ന് പറയാണ്. അപ്പം ഈ ബാലചന്ദ്രൻ അളിയന് അതൊരു കാര്യമാക്കുന്നില്ല. കാരണം എന്തായാലും ബാലചന്ദ്രനാണ് അടയ്ക്കേണ്ടത്, ബാലചന്ദ്രന്റെ ഭാര്യയാണ് എന്നും അറിയാം. എങ്കിലും അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്ക് വേദന ഉണ്ടാകുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാര്യം പെട്ടെന്ന് ബാലചന്ദ്രനെ അറിയിക്കുകയാണ്. ഈ സംഭവം അറിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും രാജീവിനോടും അതുപോലെ ശിവനോടും ദേഷ്യമുണ്ടാകുകയും അങ്ങനെ ഒരു പൊട്ടിത്തെറിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡ് കാണാം. അല്ലെങ്കിൽ അവരോട് ദേഷ്യം വീണ്ടും വർദ്ധിക്കുന്ന ചില ഭാഗവും ഒക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനിടയിൽ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അലീന വളരെ ദുഃഖിതയാണ്. മടങ്ങി വന്നുവെങ്കിലും തന്റെ അച്ഛനും അതുപോലെ കൃഷ്ണമോളൊക്കെ കൂടെ ഉണ്ടെങ്കിലും താൻ കാരണമാണല്ലോ തന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ വൈജയന്തിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ കൃഷ്ണമോൾ ചെന്ന് അലീനയെ ആശ്വസിപ്പിക്കുകയും അതുപോലെ ആശുപത്രിയിൽ പോകുവാനൊക്കെ പോകണം, പോയി അമ്മനെ കാണണമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അലീനയെ ആശ്വസിപ്പിക്കുന്ന ചില രംഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡുണ്ട്. അതിനോടൊപ്പം മനുവും അലീനയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ്. മാത്രമല്ല അതിന് രസകരമാകുന്ന കാര്യം, വീട് വിട്ടിറങ്ങിപ്പോയി ബബിതയ്ക്കും രോഹിത്തിനുമൊക്കെ വലിയ തിരിച്ചടികൾ സംഭവിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ കാണാട്ടോ. കാരണം കമല ബാലചന്ദ്രനോടുള്ള ദേഷ്യത്തിൽ തന്റെ ഭർത്താവായ ശിവൻ വിളിച്ചപ്പോൾ തന്റെ ബബിതയും അതുപോലെ രോഹിത്തിനെയും വിളിച്ചുവെങ്കിലും അവർ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയല്ല. മാത്രമല്ല ആ ദേഷ്യത്തിൽ അവർ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം ഈ ബബിതയും രോഹിത്തും കമലയ്ക്ക് വലിയ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കാതിരിക്കുകയും അങ്ങനെ ബബിതയും രോഹിത്തുമൊക്കെ വിശന്നിരിക്കേണ്ട ചില സാഹചര്യങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നു. അങ്ങനെ ഈ സമയത്ത് സ്വന്തം വീടാണ് എന്തുകൊണ്ടും നല്ലത് എന്നൊക്കെ മനസ്സിലാക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാളെ അടുത്ത ദിവസത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.